ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തുന്നത്. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഗ്രാമവികസന വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കേരളത്തിൻ്റെ വികസനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കണമെന്ന് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ആദ്യമായി BJP ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നത്. തമിഴ്നാട്ടിൽ BJPക്ക് എംപിമാരില്ല, അതിനാൽ പ്രധാന വകുപ്പ് ലഭിക്കണമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. സുരേഷ് ഗോപിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനമായിരുന്നു. ഈ രീതി തൃശ്ശൂരിൽ പരീക്ഷിച്ചതാണ് സുരേഷ് ഗോപിക്ക് വമ്പൻ വിജയം സമ്മാനിച്ചതെന്നാണ് പൊതുവെ വിലയിരുത്തൽ. പ്രധാനപ്പെട്ട വകുപ്പ് എന്നതിന് പുറമെ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ വകുപ്പിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ BJPക്ക് ദൃഢമായ വേരോട്ടമുണ്ടാക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് BJPയുടെ മുഖമായി വളർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിച്ചത് K. അണ്ണാമലയായിരുന്നു. എന്നാൽ കോയമ്പത്തൂരിലെ അദ്ദേഹത്തിൻ്റെ പടുകൂറ്റൻ തോൽവിയിൽ RSSനും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ സുരേഷ് ഗോപിയെ BJPയുടെ ദക്ഷിണേന്ത്യ മുഖമായി ഉയർത്തിക്കാട്ടാൻ BJP ശ്രമിക്കുമെന്നും സൂചനയുണ്ട്. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് RSS നേതൃത്വത്തിനും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ വകുപ്പ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട്. കേരളത്തിൽ അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയെ BJPയുടെ പ്രധാന കേന്ദ്ര നേതാക്കൾ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു. സുരേഷ് ഗോപിക്കായി 2 തവണയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തിയത്. സുരേഷ് ഗോപിയോട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചതും ആവശ്യമായി പിന്തുണ നൽകിയതും കേന്ദ്ര നേതൃത്വമാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ കൂടുതൽ നേട്ടത്തിനാണ് കേരളത്തിൽ BJP ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും BJP സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനമാണ് നടത്തിയതെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. രാജ്യസഭയിലൂടെ അധികാരം ലക്ഷ്യമിടാതെ ലോക്സഭയിലും നിയമസഭയിലും നേട്ടമുണ്ടാക്കാനാണ് BJP നേതൃത്വം നിർദ്ദേശിച്ചിരുന്നത്. സുരേഷ് ഗോപി ആ ലക്ഷ്യം കൈവരിച്ചതോടെ അർഹിക്കുന്ന പദവി ലഭിക്കുമെന്ന് ഉറപ്പാകുകയും ചെയ്തു. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഇനി അടുത്തെങ്ങും ആരെയും പരിഗണിക്കാൻ സാധ്യതയില്ല. രാജീവ് ചന്ദ്രശേഖരന് വീണ്ടും മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. V. മുരളീധരനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം ശോഭാ സുരേന്ദ്രനെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. O. രാജഗോപാലും V. മുരളീധരനും അൽഫോൺസ് കണ്ണന്താനവുമാണ് കേരളത്തിൽ നിന്ന് മുമ്പ് BJPയുടെ കേന്ദ്രമന്ത്രിമാരായത്. PC തോമസ് NDA സഖ്യത്തിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തിട്ടുണ്ട്.